ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു KLTUK യൂട്യൂബ് ചാനൽ. ഇന്നൊരു അടിപൊളി ഇവന്റ് ഫുൾ ദിവസമാണ് ഗൈസ്. ഇന്ന് ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് 1 വർഷമായി. അതെ, ഞങ്ങളുടെ ഫസ്റ്റ് ആനിവേഴ്സറി ആണ് ഗൈസ്. അപ്പൊ നമുക്ക് കേക്കൊക്കെ മുറിക്കണം, പിന്നെ ബാക്കി കലാപരിപാടികൾ. അപ്പോ വളരെ ഇവന്റ്ഫുൾ ആയ ഒരു വർഷമായിരുന്നു. ഇപ്പൊ നമുക്ക് ഇനി കേക്ക് മുറിക്കാം, പിന്നെ ബാക്കിയൊക്കെ നമ്മള് നിങ്ങളെ കൂടെ കൂട്ടും. ഓക്കെ. Our hearts beat to the city streets. We began to feel the fire. We rise like tall buildings as the chemicals they take us higher. The night's young and it's just begun as she puts her hand in mine. We wanna chase the night, wanna dance to the light, pull the stars from the sky, just two hearts running wild. Never sleep, never stop, as we shout from the top. We're gonna be two hearts running wild. നീ സമ്മാനപ്പൊതി സമ്മാനപ്പൊതികളുമായി ഫാദർ വന്നല്ലോ, ക്രിസ്മസ് ഫാദർ വന്നല്ലോ. നമുക്ക് സമ്മാനം വായിക്കാം. അത് എഴുതിയേക്കുന്ന എന്താന്ന് വായിച്ചൊക്കെ കേൾപ്പിക്കണം, പിന്നെ വെറുതെ ഒന്ന് എഴുതിച്ചേ. To the woman who makes every day brighter and every moment more lovely. Happy first anniversary. Our journey of togetherness has just begun and I can't wait to create a lifetime of beautiful memories with you. From Ibn Roy. തുറന്ന് നോക്ക, ഓരോന്നോരോന്നേ തരത്തുള്ളൂ. ഒരു വല്ലാത്ത കേട്ടോ കെട്ടിയേക്കുന്നു. സമ്മാനപ്പൊതികൾ ഇതിന്റെ അകത്ത് വീണ്ടും പെട്ടിയുണ്ടോ? ലവ് ഒക്കെ കാണി. എനിക്ക് പേടിയത് ഇങ്ങനത്തെ പാട്ടൊക്കെ കാണുമ്പോ എന്തേലും പൊക്കി വരും. ഹൃദയത്തിന്റെ താളം പെട്ടി തുറന്നില്ല. പെട്ടി തുറന്നപ്പോ വീണ്ടും അടുത്തല്ലോ. ഇതിനി എങ്ങനെയാ തുറക്കുന്നത്? ഇത് മറ്റേ എറ്റേണൽ റോസ് ആണോ? ഇത് വലി ഇതിനകത്ത് പിന്നെ സാധനമുണ്ടോ? ഈ വിളയുടെ പോലെയാണോ? ഇതിനകത്ത് പല ഭാഷയില് I love you എന്ന് എഴുതിയിട്ടുണ്ട്. എന്റേത് ഞാൻ കൊടുത്തില്ല ഇന്നലെ. ചാച്ചന്റെ സമ്മാനം പൊട്ടിച്ചോണ്ടിരിക്കുന്നു. ചുമ്മാ എനിക്ക് വയ്യ. ഇത് ഞാൻ പണ്ടെങ്ങാണ്ട് ഒരു ആഗ്രഹം പറഞ്ഞതായിട്ട് ഞാൻ ഓർക്കുന്നു. തീർന്നില്ലേ?
സാധനം കിട്ടിയിട്ടുണ്ട്. ഇവിടെ പൈസ ഇട്ട് കൊടുത്തു. എന്റെ പേര് എഴുതിയ പേഴ്സ്. പേരെഴുതിയിട്ടുണ്ടോ? അതെ ചാച്ചൻ ഒരു പേഴ്സ് ഉള്ളത് കീറി പറഞ്ഞതിന്റെ അറ്റം പറ്റിയിരിക്കുകയാണ്. അടുത്തത് ജാക്കറ്റ്. ജാക്വിൽസിന്റെ ജാക്കറ്റ്. രണ്ടര ജാക്കറ്റ് വായിക്കരുത് പ്ലീസ്. ലെറ്ററും കിട്ടിയിട്ടുണ്ട്. കൈ അടിക്കാൻ എന്റെ കയ്യിൽ സമ്മാനം തന്നിട്ടുള്ളവർ കഴിക്കുന്നില്ല. ഞങ്ങളുടെ ഏറ്റവും മികച്ച സമ്മാനം ഞങ്ങളുടെ ഫസ്റ്റ് ആനിവേഴ്സറിയുടെ ഏറ്റവും വലിയ ഗിഫ്റ്റ് ആണ് ഈ ഇരിക്കുന്നത്. എത്ര പേർക്ക് അങ്ങനെ ഒരു ഭാഗ്യം കിട്ടും? ഫസ്റ്റ് ആനിവേഴ്സറി ഇതുപോലെ ഒരു ഗിഫ്റ്റ് കിട്ടാൻ. അപ്പോൾ ഞങ്ങളുടെ ആനിവേഴ്സറി വീട്ടിലെ സെലിബ്രേഷനൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പിറ്റേ ദിവസമാണ് ഒന്ന് പുറത്തിറങ്ങിയത്. കാരണം അന്ന് ചാച്ചന് ജോലി ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പിറ്റേ ദിവസം ഇവിടെ അടുത്ത് നാഷണൽ ഫോറസ്റ്റ് അഡ്വഞ്ചർ ഫാം എന്ന് പറഞ്ഞൊരു ഫാമുണ്ട്. അവിടെ പംകിൻ പിക്കിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ ഹാലോവീൻ സമയത്തായിരുന്നല്ലോ. അപ്പോൾ ഹാലോവീൻ്റെ പ്രമാണിച്ച് പംകിൻ പിക്കിങ്ങും അവിടെ ഇങ്ങനെ നമുക്ക് രസമായിരിക്കും എന്നൊക്കെ ഓർത്തിട്ട് നമ്മൾ അവിടെ പോയി. അപ്പോൾ ഇതാണ് അതിൻ്റെ എൻട്രൻസ്. പംകിൻ വില്ലേജ് എന്നും പറഞ്ഞിട്ട് അവരുണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു സംഗതിയായിരുന്നു. കുറേ പംകിൻസൊക്കെ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് കുറേ ആൾക്കാരുണ്ടായിരുന്നു. ഒരു എന്താ പറയുക, ഒരു ഫെസ്റ്റീവ് എൻവയോൺമെൻ്റ് ആയിരുന്നു സത്യത്തിൽ. കുറേ മനുഷ്യന്മാരും കുറേ പാട്ടും പിന്നെ ലൈറ്റ്സും ഡെക്കറേഷനും എല്ലാമായിട്ട് ഒരു ഫെസ്റ്റീവ് മൂഡ് ആയിരുന്നു. ഇപ്പം പല തരത്തിൽ പല വിഭാഗത്തിൽ പല ഷേപ്പിൽ പല സൈസിൽ പല കളറിൽ ഉള്ള പംകിൻസ് നമുക്ക് കിട്ടുമായിരുന്നു. ചൊറി പിടിച്ച പംകിൻ, ചൊറി പിടിക്കാത്ത പംകിൻ, കുഞ്ഞി പംകിൻ, വലിയ പംകിൻ, പംകിൻ നമുക്ക് ഇതിൽ നിന്നൊക്കെ ചൂസ് ചെയ്യാം. പിന്നെ ഇവിടെ ഉള്ളവർ ഹാലോവീൻ്റെ സമയമാകുമ്പോൾ പംകിൻസ് കാർവ് ചെയ്ത് അതിങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് ലൈറ്റൊക്കെ വെച്ച് അങ്ങനെയൊക്കെ വെക്കുന്ന ഒരു രീതിയുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് ഇത് ഒരു എക്സ്പീരിയൻസ് ആണ്. ഇങ്ങനെ ഈ ട്രോളീസ് നമുക്ക് അവിടെ ഫ്രണ്ടിൽ വെച്ചിട്ടുണ്ട്. ഈ ട്രോളിയും നമ്മൾ ഉരുട്ടിക്കൊണ്ട് നമുക്കിങ്ങനെ പോകാം. പംകിൻ പറക്കിക്കൊണ്ട് വരാനായിട്ട് നമുക്ക് പോകാം. അപ്പോൾ ഇങ്ങനെ നമ്മൾ നേരെ ആ പോകുന്ന വഴിയിലാണ് നമ്മുടെ പംകിൻ പാച്ച് ഉള്ളത്. അതായത് പംകിൻ വളർന്ന് കിടക്കുന്ന ആ സ്ഥലമുള്ളത്. വഴിനീളെ ഇങ്ങനെ മത്തങ്ങ പറക്കിയിട്ടേക്കാണ്. ഒരു ദയം ദാക്ഷിണ്യം ഇല്ലാതെ കുറേ മത്തങ്ങകൾ ഇങ്ങനെ. എനിക്കറിയത്തില്ല ഇവർ ഈ മത്തങ്ങയൊക്കെ എന്തെടുക്കുമായിരിക്കും എന്തോ. കുറേ മത്തങ്ങ ഇങ്ങനെ റോട്ടിൽ കിടക്കണം. കുറേ അഴുകിപ്പോണ്, കുറേ കുഴപ്പമില്ല. പിന്നെ കുറേ ഫുഡ് സ്പോട്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതുപോലെ ലൈവ് പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു. ഇങ്ങനെ ഞങ്ങൾ ചെന്ന സമയത്ത് ഒരു പുള്ളിക്കാരത്തി പാടുമായിരുന്നു. ആരാ എന്തോന്നും അറിയത്തില്ല, എന്താണെങ്കിലും പാടുമായിരുന്നു. പിന്നെ നമുക്ക് ഫോട്ടോ എടുക്കാനൊക്കെ കുറേ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. പംകിൻ ഇങ്ങനെ പിള്ളേരൊക്കെ ഉള്ളവർക്ക് നല്ല രസമായിരിക്കും. കാരണം ഏത് സൈസിലുള്ള പംകിനാന്നൊക്കെ നോക്കി കണ്ട് എടുത്ത് അതൊക്കെ രസമാണ്. പിന്നെ ഞങ്ങൾ പംകിൻ വാങ്ങിക്കാമെന്ന് പറഞ്ഞ് പോയെങ്കിലും സത്യം പറഞ്ഞാൽ ഞങ്ങൾ പംകിനൊന്നും എടുത്തില്ല. ചുമ്മാ അതുവഴി കറങ്ങിയിട്ടിങ്ങനെ പോരുന്നു. കാരണം അന്ന് ഹാലോവീൻ്റെ ഡേ ആണ് ഞങ്ങൾ പോയത്. പിന്നെ കാർ ചെയ്ത് വെച്ചിട്ട് എന്ത് കിട്ടാനാണ്. പക്ഷെ നല്ല ചെളിയായിരുന്നു കേട്ടോ. നമ്മളിട്ട ഫുട്വെയർ അത്ര സൂപ്പർ അല്ലായിരുന്നു. അവർ ഓൾറെഡി ബുക്ക് ചെയ്തപ്പോഴേ പറഞ്ഞായിരുന്നു ഫുട്വെയർ സൂക്ഷിച്ചിട്ട് വേണം വരാൻ, ചെളിയായിരിക്കും എന്നൊക്കെ. പക്ഷേ ഇത്രയും ചെളി പ്രതീക്ഷിച്ചില്ല. നല്ല ചെളിയായിരുന്നു. നിങ്ങൾ ഈ തറയിൽ കിടക്കുന്നത് കണ്ടോ? ഇതൊക്കെ പംകിൻ വളർന്ന് അവിടെ ഇങ്ങനെ കിടക്കുന്നതാണ്. നമ്മൾ പറിച്ചോണ്ട് വരുന്നത് ഇതിനകത്ത് ഇട്ട് നോക്കണം ഏത് സൈസാന്ന്. സൈസ് അനുസരിച്ചാ വില. മത്തങ്ങ പറിക്കാൻ ചെളി കൂടെ നടക്കാനും പ്രശ്നമില്ല. ഇത് ദേ കുഞ്ഞുമത്തങ്ങയൊക്കെ ഉണ്ട് കേട്ടോ. കിളിച്ചിരിക്കുന്ന കുഞ്ഞുമത്തങ്ങയൊക്കെ ഉണ്ട്. വിട്ടങ്ങ് പോവല്ലേ. അതാണ് സംഭവം. വിളഞ്ഞു കഴിയുമ്പം തന്നെത്താനെ അത് വിട്ടുപോകും. ദൂരേക്ക് മത്തങ്ങകൾ. സ്റ്റിൽ കിടക്കണ. ഇതൊക്കെ കട കൊടുക്കുമായിരിക്കും.
അല്ലാതെ തന്നെ കൊടുക്കുവാങ്ങിയല്ല കളയത്തും മറ്റും ഇല്ലായിരിക്കും അല്ലേ? അതെ. ആൾക്കാരാക്രാന്തം മൂത്ത് പോയി ആ ഉരുട്ടി നിറച്ച് ഉരുട്ടിക്കൊണ്ട് പാത്തങ്ങ പറിച്ചോണ്ട് പോണ്. വേണ്ടേ ഗൈസ്, ഇങ്ങനെ വിട്ടുപോകും. ഇഷ്ടംപോലെ പംകിനൊക്കെ ഉണ്ട്, പക്ഷെ കാലിൻ്റെ അവസ്ഥ. ഓ നോ, ഓ നോ, ഒട്ടും ചെളിയില്ല കേട്ടോ. എൻ്റെ പൊന്നുഗായ്സ്, ആ ചെളി ഉള്ളിടത്തുനിന്ന് ഇറങ്ങി വരാൻ ഞങ്ങൾ ചില്ലറ പാടല്ല പെട്ടത്. ഇതാണ് ആ എൻട്രൻസ് ഏരിയ. അവിടെ നിന്നുണ്ട് പംകിൻ തല വെച്ചൊരു മനുഷ്യൻ അവിടെ ഇങ്ങനെ നിൽക്കുന്നു. നല്ല രസമായിട്ട് കാണാൻ. പിന്നെ അത് കുറേ പംകിൻസ്, ഈ പംകിൻസിൽ നിന്നൊക്കെ നമുക്ക് ചൂസ് ചെയ്യാം. ഇവിടെ നമുക്ക് ടില്ലുണ്ട്, അവിടെ പോയിട്ട് നമുക്ക് പംകിൻ, ഇഷ്ടമുള്ള പംകിൻ വാങ്ങിച്ച് പേ ചെയ്യാം. എന്തായാലും നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. കാരണം കാര്യമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല, ഇത്രയൊക്കെ തന്നെ ഉള്ളായിരുന്നു. പിന്നെ അധികം തണുപ്പ് കൊള്ളാൻ നിന്നില്ല. നെക്സ്റ്റ് സ്റ്റോപ്പ് നമ്മളുടെ ഫേവറേറ്റ് പരിപാടി ഫുഡ് ആനിവേഴ്സറി പ്രമാണിച്ച് ഞങ്ങൾ വിങ്വയിൽ ബുഫേ ബുക്ക് ചെയ്തിട്ടുണ്ട്, ചൈനീസ് റെസ്റ്റോറൻറ്റിൽ. ആദ്യത്തെ റൗണ്ട് നിറച്ചെടുത്തിട്ടുണ്ട്, രണ്ടാമത്തെ റൗണ്ട് ഇനിയും പോകണം. എൻ്റെ അടുത്ത മല വന്നിരിക്കുകയാണ്. ഇവർ കഴിഞ്ഞിട്ടില്ല. നിങ്ങളെപ്പോഴാണ് മല പണിയാൻ പോകുന്നത്? ഓക്കെ. മമ്മി മല പണിയാൻ പോകുന്നുണ്ടോ? ഈ മലയുടെ ഉടമസ്ഥനാണ് ഇത്. ഈ മലയുടെ ഉടമസ്ഥയാണ് ഇത്. അടുത്തെങ്ങാനും പോവോ? സംഭവം കേട്ടോ, ഇനി കുത്തി ഇറങ്ങാൻ ഒന്നുകൂടി മെയിൻ എടുത്തില്ലായിരുന്നു. മുതലെടുക്കാടല്ലേ സജി. ഇതാണ് ഗൈസ് വയററിഞ്ഞ് തിന്നണം എന്ന് പറയുന്നത്. ആ മുഖത്തോട്ട് നോക്കൂ നിങ്ങൾ. ഇവിടെ ബാക്കി ഇരിക്കുന്നു. ഐസ്ക്രീം പോലും തിന്നാൻ പറ്റാതിരിക്കുന്നു. ഇവിടെ ഒരാള് തിന്ന് ഇപ്പൊ ഏതാ മധുരം. പകുതി പോലും കുടിക്കാത്ത വേണ്ട, എല്ലാരും പോയി. ഇനി നമ്മളെ പറഞ്ഞു വിടും. നമ്മളെ ഇവരിനി ഇപ്പൊ പോയില്ലെങ്കിൽ ഇന്ന് കളക്ഷൻ ഒന്നും ഇല്ലേ? കളക്ഷൻ ரொம்ப ജാസ്തിയോ? ரொம்ப കമ്മി. എന്നാ പിന്നെ മത്തങ്ങ എടുക്കാൻ പോയാലോ? പിന്നെന്താ, വയറ് നിറഞ്ഞ ഇങ്ങനെ വട്ടാവുമെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമായിരുന്നോ? ആരും പേടിക്കണ്ട, എൻ്റെ കെട്ടിയൊരു വട്ടൊന്നും ആയിട്ടില്ല കേട്ടോ. അതൊരു ബെറ്റിൻ്റെ ഭാഗമായി ചെയ്തതാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.